റാങ്ക് പട്ടികയിലെ ഒന്നാം പേരിന് എത്രത്തോളം തിളക്കമുണ്ട്? അതൊരു വ്യക്തിയുടെ വർഷങ്ങളായുള്ള കഠിനാധ്വാനമാണ്, ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷയാണ്, ഒരുപക്ഷെ ആയുസ്സിലെ ഏക സ്വപ്നവുമാണ്. എന്നാൽ രാപ്പകലുകൾ അധ്വാനിച്ചു നേടിയ ആ ഒന്നാം റാങ്കിന് ഭരണകൂടത്തിന്റെ ചുവപ്പ് നാടുകളിൽ വെറും ഒരു അക്കത്തിന്റെ വില പോലും ഇല്ലാതായാലും? തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ആഴ്ചകൾ മാത്രം അവശേഷിക്കുകയാണ് വിവിധ സർക്കാർ വകുപ്പുകളിൽ പിൻവാതിൽ നിയമനം ത്വരിതഗതിയിൽ നടക്കുന്നത്. യൂണിയൻ നേതാക്കൾ നേരിട്ടിടപെട്ടാണ് പല നിയമനങ്ങളും നടത്തുന്നതെന്നാണ് പുറത്തുവരുന്നത്. നമസ്കാരം. കേരളം ഇന്ന് ചർച്ച ചെയ്യുന്നത് കരിയറിലെ ഏറ്റവും ഉന്നതമായ റാങ്ക് നേടിയിട്ടും നിയമന ഉത്തരവ് കാത്തുനിന്ന് കണ്ണീരോടെ പടിയിറങ്ങേണ്ടി വരുന്ന ഒരു പറ്റം യുവജനങ്ങളെ കുറിച്ചാണ്. ഒന്നാം റാങ്ക് നേടിയിട്ടും പുറത്തു നിൽക്കുന്നവർ ഒരു വശത്ത്, രാഷ്ട്രീയത്തിന്റെ പിൻബലത്തിൽ അകത്ത് കടക്കുന്നവർ മറുവശത്ത്. ഈ വൈരുദ്ധ്യത്തിന്റെ പേരാണോ നവകേരളം? ഈ മുഖങ്ങളൊന്ന് നോക്കുക. ഉറുദു അസിസ്റ്റന്റ് പ്രൊഫസർ ലിസ്റ്റിലെ ഒന്നാം റാങ്കുകാരി മലപ്പുറത്ത് റഷീദ. ലിസ്റ്റ് വന്ന് വർഷങ്ങൾ കാത്തിരുന്നു. ഒടുവിൽ കഴിഞ്ഞ വർഷം ആ പട്ടികയുടെ കാലാവധി അവസാനിക്കുമ്പോൾ റഷീദയുടെ സ്വപ്നങ്ങൾക്ക് അവിടെ തിരശീല വീഴുകയാണ്. ഒന്നാം റാങ്ക് കിട്ടിയിട്ട് പോലും നിയമനം കൊടുക്കാൻ കഴിയില്ലെങ്കിൽ എന്താ പിന്നെ ഞാൻ ഒരു അധ്യാപികയാണ്, ഇപ്പോ എന്താ ഞാൻ കുട്ടികളോട് പറയാ? ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ ഒന്നാം റാങ്ക് നേടിയ ഹിലാലുദ്ദീൻ, ഫിലോസഫിയിൽ സരസ്വതി നായർ, സോഷ്യോളജിയിൽ മമത ജേക്കബ്, ഇവരൊക്കെ ഒന്നാം റാങ്ക് വാങ്ങിയിട്ടും നിയമനം നൽകാത്തത് ഒഴിവില്ല എന്ന സ്ഥിരം പല്ലവി പാടിയാണ്. പക്ഷേ പ്രിയപ്പെട്ടവർക്കും നേതാക്കളുടെ ബന്ധുക്കളുമായി നിയമനം മാറ്റിവെക്കാൻ സർക്കാരിന് ഒരു മടിയുമില്ല. ഇവിടെ PSC പരീക്ഷകളില്ല, കഠിനമായ കാത്തിരിപ്പുകളില്ല. പകരം രാഷ്ട്രീയ ബന്ധങ്ങളുടെ കരുത്തുറ്റ വേരുകൾ മാത്രം മതി. മന്ത്രിമാരുടെയും നേതാക്കളുടെയും ഭാര്യമാരും മക്കളും ബന്ധുക്കളും സർവകലാശാലകളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും അസിസ്റ്റന്റ് പ്രൊഫസർമാരും ഡയറക്ടർമാരായി അവരോധിക്കപ്പെടുമ്പോൾ അത് വെറും യാദൃച്ഛികതയാണെന്ന് വിശ്വസിക്കാൻ മലയാളികൾ അത്ര നിഷ്കളങ്കരല്ല. കാലടി സർവകലാശാലയിൽ MP രാജേഷിന്റെ ഭാര്യ നീത കിളിച്ചേരിക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തിക. കേരള സർവകലാശാലയിൽ PK ബിജുവിന്റെ ഭാര്യ വിജി വിജയന് നിയമനം. കണ്ണൂർ സർവകലാശാലയിൽ KK രാജേഷിന്റെ ഭാര്യ പ്രിയ വർഗീസും AN ഷംസീറിന്റെ ഭാര്യ PM സഹലയും അസിസ്റ്റന്റ് പ്രൊഫസർമാരായി. പട്ടിക അവിടെയും തീരുന്നില്ല. AA റഹീമിന്റെ സഹോദരി TN സീമയുടെ ഭർത്താവ് PK ശ്രീമതിയുടെ മകൻ EP ജയരാജന്റെയും കടകംപള്ളി സുരേന്ദ്രന്റെയും കോടിയേരി ബാലകൃഷ്ണന്റെയും ബന്ധുക്കൾ എല്ലാവരും ഉന്നത തസ്തികകളിൽ സുരക്ഷിതരാണ്. മഹാരാജാസ് കോളേജിന്റെ പേരിൽ വ്യാജ തൊഴിൽ പരിചയ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ഗസ്റ്റ് ലെക്ചറായി ജോലി നേടിയ K വിദ്യ എന്ന മുൻ SFI നേതാവിന്റെ വാർത്തയും നമ്മൾ കണ്ടു. കാലടി സർവകലാശാല യൂണിയൻ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഒരാൾക്ക് വ്യാജരേഖയുണ്ടാക്കി സർക്കാർ കോളേജുകളിൽ നിയമനം നേടാൻ ഇത്ര എളുപ്പത്തിൽ സാധിക്കുമെങ്കിൽ ഇവിടുത്തെ സാധാരണക്കാരായ ഉദ്യോഗാർത്ഥികൾ എവിടെ പോയി മുട്ടണം? പാവപ്പെട്ടവന്റെ മക്കൾ പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ ഒന്നാമതെത്തുമ്പോൾ അവിടെ നിയമനം നടത്താൻ സർക്കാരിന് തടസ്സങ്ങൾ ഏറെയാണ്. എന്നാൽ രാഷ്ട്രീയ നേതാക്കളുടെയും അണികളുടെയും നിയമനം നൽകാൻ എല്ലാ നിയമങ്ങളും മാറ്റിയെഴുതപ്പെടുന്നു. ഈ ഇരട്ടത്താപ്പിനെയാണ് നമ്മൾ ചോദ്യം ചെയ്യേണ്ടത്. ഈ റാങ്ക് ഹോൾഡർമാർ ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വരുന്നതിന് മുമ്പ് ഇവർക്ക് നീതി ലഭ്യമാക്കാൻ സർക്കാർ തയ്യാറാവണം. അല്ലെങ്കിൽ യോഗ്യതയുള്ളവർ പുറത്തും യോഗ്യതയില്ലാത്തവർ അകത്തും എന്ന അവസ്ഥ തുടർന്നാൽ വരാനിരിക്കുന്ന തലമുറക്ക് PSCയിലുള്ള വിശ്വാസം തന്നെ പൂർണ്ണമായും നഷ്ടപ്പെടും. സർക്കാരിന് ഇപ്പോൾ വേണമെങ്കിൽ കണ്ണു തുറക്കാം, അല്ലെങ്കിൽ ജനം കണ്ണു തുറപ്പിക്കും.